ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനി അമലിൻ്റെ കൈകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അമൽ ശിവാനിയെ പിന്തുടരാണ്. അങ്ങനെ അമൽ പിന്തുടരാന്ന് കാണുമ്പോൾ ശിവാനി ഓടി പിന്നീട് ഒരു കാറിൻ്റെ മുന്നിലോട്ട് അങ്ങ് ചെന്ന് വീഴുകയാണ് കേട്ടോ. അങ്ങനെ ആ കാറ് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ അത് പ്രണവായിരിക്കും കേട്ടോ. അങ്ങനെ പ്രണവിനെ കാണുമ്പോൾ ശിവാനി പെട്ടെന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രണവിൻ്റെ കാറിൽ അങ്ങ് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി പ്രണവ് കേൾക്കും, ശിവാനി നീ എവിടുന്ന എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ സമയമില്ല, നീ എന്നെ രക്ഷിക്കണം, എനിക്ക് ആരുമില്ല എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാണ്, ഞാൻ അവിടുത്തെ സ്വർണ്ണവും എടുത്തിട്ട് പ്രണവിനോട് പറയാണ്, ഞാൻ അവിടുത്തെ സ്വർണ്ണവും എടുത്തിട്ട് ഞാൻ മുങ്ങിയതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടി. എനിക്ക് ദൈവം നല്ലൊരു വിവാഹം തന്നതായിരുന്നു. പക്ഷേ ഞാനത് തട്ടിത്തെറിപ്പിച്ച് ആ ഫ്രോഡിൻ്റെ കൂടെ ഓടിയത് കൊണ്ട് തന്നെ ആ ഫ്രോഡ് എന്നെ വിൽക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാൻ കേട്ടോ പ്രണവ്. എന്നിട്ട് എന്താ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നീ തൽക്കാലം എന്നെ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തു, എനിക്കെൻ്റെ വീട്ടിലോട്ട് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രണവിന് ഭയങ്കര സങ്കടമാവുകയാണ്. അങ്ങനെ ശിവാനി പെട്ടെന്ന് അങ്ങ് താവുകയാണ്. എന്നാൽ ഈ സമയം ബാക്കിലാണെങ്കിലോ അമൽ വന്നിട്ട് ഗ്ലാസ്സിൽ ഇങ്ങ് തട്ടുകയാണ് കേട്ടോ. അതോടുകൂടി പ്രണവ് ഗ്ലാസ് താത്തുമ്പോൾ നിങ്ങളാരാ എന്ന് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇതേനെ ഓടിപ്പോകുന്നത് കണ്ടോ? ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് പ്രണവ് നോണ പറയാൻ കേട്ടോ. പിന്നീട് പ്രണവ് അമൽ പോയതിന് ശേഷം ശിവാനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശിവാനി ഒരുപാട് നന്ദി പറയാണ്. ഒരുപാട് നന്ദിയുണ്ട് നിന്നോട്, ഇനി എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട് തന്നെ. ഇനി ഞാൻ എന്താ വേണ്ടത് എന്ന് പ്രണവ് ചോദിക്കുമ്പോൾ, എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശിവാനി ഡോറ് തുറന്നിട്ട് തൻ്റെ വീട്ടിലോട്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ പ്രണവ് അങ്ങ് പോവുകയും ചെയ്തു. എന്നാൽ ശിവാനി തൻ്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ കുറേ ആളുകൾ കൂട്ടി നിൽക്കുന്നു. അങ്ങനെ പറയാണ്, ചന്ദ്രയ്ക്ക് പെട്ടെന്ന് തലചുറ്റി അങ്ങ് വീണുപോയി, എല്ലാവരും കൂടി കുടുംബത്തോടു കൂടി ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ഐസിയുവിൽ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ വന്ന മരുമകനാത്ര അവർക്ക് കാവലായി നിൽക്കുന്നത്, നിധി പോലും ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത്. എന്തായാലും അവരുടെ ഭാഗ്യം എന്നൊക്കെ പറയുന്നത് ശിവാനി ഒരു മരത്തിൻ്റെ സൈഡിൽ നിന്ന് ഇതൊക്കെ കേൾക്കണം കേട്ടോ. അങ്ങനെ ആ ശിവാനി എന്ന് പറയുന്നവളുണ്ടല്ലോ, അവൾക്ക് കിട്ടേണ്ട ഭാഗ്യമാണ്, പക്ഷെ അവളത് കാറ്റിൽ പറത്തി അവൾ പോയത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഭാഗ്യം കിട്ടിയത് നിധിക്കാണ്. അല്ലെങ്കിൽ നിധി നല്ലൊരു കുട്ടിയാണ്, അവൾക്ക് തന്നെയാണ് ആ ഭാഗ്യം കിട്ടേണ്ടത് എന്ന് തിരിച്ചും പറയണം കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശിവാനിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോഴായിരിക്കും അതിലൊരു അയൽവാസി ശിവാനി മരത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് കണ്ടോടെ തന്നെ, എടി ആ നിൽക്കുന്ന അവൾ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ശിവാനിയെ ഓടിച്ചിട്ട് പിടിക്കുക, അവളങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അതിനെ തല്ലിക്കൊല്ലി വേണ്ട ഒരു അച്ഛനമ്മമാർ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് ഒരു കതിർമണ്ഡപത്തിൽ നിന്ന് ഓടുന്ന അവളുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ, അവളെ പിടിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ശിവാനിയുടെ പിറകെ ഓടുമ്പോൾ ശിവാനി ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ. അങ്ങനെ ഓടി പിന്നീട് ശിവാനി ചെന്ന് വീഴുന്ന ഒരു ബൈക്കിൻ്റെ മുന്നിലോട്ടായിരിക്കും. അങ്ങനെ ശിവാനി എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ ബൈക്കറിനോട് പറയുന്ന സമയത്ത് നോക്കുമ്പോൾ കാണുന്നത് അമലായിരിക്കൂട്ടാ. അങ്ങനെ അമൽ പറയാണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നീ നിൻ്റെ വീട്ടിലോട്ട് ഓടി രക്ഷപ്പെട്ടാലും നിന്നെ ആളുകൾ തല്ലിക്കൊല്ലുന്നു, ഇപ്പോൾ സത്യമായില്ലേ, മര്യാദക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ബൈക്കിൽ കയറി എന്ന് പറഞ്ഞിട്ട് അമൽ ശിവാനിയെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനിക്ക് തനിക്ക് ഒരു രക്ഷയില്ല, താൻ ഇനി ഫ്രോഡിൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ കരഞ്ഞും കൊണ്ടിട്ട് അമലിൻ്റെ ബൈക്കിൽ അങ്ങ് കയറി പോവാണ് കേട്ടോ. പിന്നീട് നിധിയാണ് കാണിക്കുന്നത്. നിധി രാത്രി നിന്ന് ലാപ്പിൽ ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് പാറു കയറി വരികയാണ്. മോളെ, ഗൗതം വന്നോ? ഇല്ല, വന്നില്ല, ഇത്ര അസമയമായോ, അവനെ കാണാനില്ലല്ലോ, എനിക്കറിയില്ല, അപ്പോൾ എങ്ങോട്ടാണ് പോയത് എന്നോട് പറഞ്ഞോ? എന്നോട് പറിച്ചിലൊന്നും ഇല്ലല്ലോ, എനിക്കറിയില്ല എന്ന് ഇങ്ങനെ നിധി പറയാണ് കേട്ടോ. എന്നാൽ ഈ സമയം എന്തായാലും മോൾ ഇറങ്ങിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പാറുവിനെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറയാണ്. ഗൗതം ലേറ്റ് ആയിട്ടാണെങ്കിലും എത്തും, അപ്പം നീ ഡോറ് തുറന്നു കൊടുക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തൻ്റെ വീട്ടിലോട്ട് നിധിക്ക് ജോലിയാക്കി കൊടുത്ത ആ മാം കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ സെർവൻറ്റ് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നിധിയെ ഒന്ന് കാണുകയാണ് വേണ്ടത്. നിധി ഇവിടെ ഉണ്ട്, പക്ഷേ ഗൗതം സാർ ഇല്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ പിന്നീട് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് പാറു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അങ്ങനെ പാറു ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിധിക്ക് ജോലിയാക്കി കൊടുത്ത മാമാണ്, അവളുടെ സ്കൂളിലെ ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാനുണ്ട് അവളോട് എന്ന് പറയാണ്. അപ്പോഴേക്കും പാറു ചെന്നിട്ട് പറയാണ്, മോളെ, നിന്നെ കാണാൻ വേണ്ടി നിൻ്റെ സ്കൂളിലത്തെ ആ മാം വന്നിരിക്കുന്നു, നീ കാണുന്നോ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും എനിക്ക് കാണണം, അവരാണ് എനിക്ക് ജോലിയാക്കി തന്നത്, അവരോട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിലോട്ട് അങ്ങ് വരികയാണ് കേട്ടോ. അങ്ങനെ അവർ പറയാണ്, എന്തായി നിൻ്റെ വർക്കൊക്കെ? ചെയ്തു
ചെയ്തു പോകുന്നു എന്ന് പറയണേ. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഗൗതമില്ല ഇവിടെ? ഇല്ല, ഗൗതമില്ല. എന്നാൽ എന്നാൽ എന്ന് പറയുമ്പോഴേക്കും നിധി പറയാണ്, നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്ക് എൻ്റെ ജീവിതം ഇപ്പോൾ പച്ചപിടിപ്പിച്ച് തന്നത് നിങ്ങളാണ്. എൻ്റെ അനിയനെയും അതുപോലെ അമ്മയെയും നോക്കാനുള്ളൊരു വരുമാന മാർഗ്ഗം നിങ്ങളാണ് എന്നിൽ ഉണ്ടാക്കി തന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല എന്ന് പറഞ്ഞ ഉടനെ ആ മാം പറയാണ്, നീ എന്നോടല്ല നന്ദി പറയേണ്ടത്, ഗൗതമിനോടാണ് നന്ദി പറയേണ്ടതെന്ന് പറയുമ്പോൾ പാറു ചോദിക്കും, എന്തിനാ ഗൗതമിനോട് പറയുന്നത്? അപ്പോഴേക്കും വസുന്ധര അങ്ങോട്ടേക്ക് കടന്നു വരാനിട്ട്. അങ്ങനെ വസുന്ധര മുകളിൽ നിന്ന് ഇത് മാറി ഇവരുടെ സംഭാഷണം കേൾക്കാണ്. അങ്ങനെ ആ മാം പറയാണ്, നിധി, നിനക്ക് ജോലിയാക്കാൻ എന്നോട് ഈ ജോലിയുമായി എൻ്റെ മുന്നിലോട്ട് വന്നത് ഗൗതമാണ്. ഗൗതം സാറാണ് എന്നോട് പറഞ്ഞത്, നിധി നിങ്ങൾക്ക് ജോലിയുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവൾ വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അവൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം. അതുകൊണ്ട് തന്നെ അവൾക്ക് വീട്ടിൽ ബോറടിക്കാതിരിക്കാൻ ഈ ജോലി നിങ്ങൾ ആക്കി കൊടുക്കണം എന്നുള്ള അപേക്ഷയുമായി ആണ് അവർ എൻ്റെ മുന്നിലോട്ട് വന്നത് എന്ന് പറയാൻ കേട്ടോ. ഗൗതം വന്നത് എന്ന് പറയണേ. അങ്ങനെയാണ് ഈ ജോലി എനിക്ക് കിട്ടിയതെന്നുള്ള സത്യം അങ്ങ് പറയുമ്പോൾ നിധിക്ക് സങ്കടം താങ്ങില്ല കേട്ടോ. അങ്ങനെ നിധി പൊട്ടിക്കരയാണ്. തനിക്ക് ജോലി ആക്കി തന്നത് പോലും തൻ്റെ ഭർത്താവാണ്, എന്നിട്ട് താൻ എന്തൊക്കെയാണ് ഗൗതമിനോട് പറഞ്ഞത്, ആ വാക്കുകളൊക്കെ അതിൽ കിടന്നല്ലോ ഈശ്വര എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കരയുമ്പോൾ ഇതൊക്കെ വസുന്ധരക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ വൃത്തികെട്ടവൻ എന്താ വട്ടായോ എന്നുള്ള ഭാവത്തിൽ വസുന്ധര ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അങ്ങനെ എന്നാൽ ശരി ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ പാറു പറയാണ്, നിങ്ങൾക്കൊരു കോഫി ഇട്ടുതരാം, അത് കുടിച്ചിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട്, എനിക്ക് കോഫിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം നിധി ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ പാറു പറയാണ്, നീ എന്തിനാ കരയുന്നത്? അല്ല, എനിക്ക് സങ്കടം, ഇത്രയും നല്ല കാര്യം എനിക്ക് ചെയ്തു തന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച ഗൗതം സാറിനെ ഉണ്ടല്ലോ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ സെർവൻറ്റ് കയറി വരികയാണ് കേട്ടോ. അതെ, ഗൗതം സാർ ഇന്നലെ രാത്രി എൻ്റെ അടുത്തോട്ട് വന്നിരുന്നു, നിധിയുടെ അമ്മക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ എടുത്തു കൊടുത്തു. എന്നാൽ നിധിയെ വിനിപ്പിക്കണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെയും ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. നിധി തൻ്റെ അമ്മയെ ഇത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള സത്യം തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന ഭാവത്തിൽ നിധി ഇങ്ങനെ പാറുവിനെ വിളിക്കണം കേട്ടോ. അങ്ങനെ പാറു പറയും, ഗൗതം നല്ല മനസ്സിനുടമയാണെന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, നിനക്ക് അവൻ നമ്മൾ ആരും പറയാതെ നിൻ്റെ വിഷമം മനസ്സിലാക്കി അവൻ ജോലിയാക്കി തന്നിരിക്കുന്നു. എന്നാൽ വസുന്ധരയെ പേടിച്ചാണ് അവനൊന്നും മിണ്ടാത്തത്. അല്ലായിരുന്നെങ്കിൽ ഗൗതം നിന്നെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചിരുന്നേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒത്തിരി സമാധാനമാവുകയാണ് കേട്ടോ നിധിക്ക്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ഇതെല്ലാം വസുന്ധര നിന്ന് കേൾക്കണം. അവൻ ഇതാണല്ലേ പരിപാടി എന്നുള്ള ആ ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. ഉടൻ തന്നെ നിധി എന്ത് ചെയ്യും, തൻ്റെ അമ്മക്ക് പെട്ടെന്ന് ഫോണെടുത്ത് വിളിക്കുകയാണ്. അങ്ങനെ തൻ്റെ അനിയനോട് ചോദിക്കാൻ, നിഖിൽ എന്തായി, അമ്മ എവിടെ, അമ്മക്ക് സുഖമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സുഖമാണ്, എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മക്ക് ഭക്ഷണമൊക്കെ കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ അത് പിന്നെ ഞങ്ങളുടെ അളിയൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുമോ? ഗൗതം അളിയൻ ഇവിടെ വന്നിരുന്നു, അമ്മക്ക് വേണ്ട ഭക്ഷണം കൊണ്ടുവരികയും പിന്നീട് അമ്മയെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്തത് ഗൗതം അളിയനാണെന്ന് പറയുമ്പോൾ നിധിയുടെ കണ്ണിൽ നിന്ന് തുറതുറ വെള്ളം വീഴണം കേട്ടോ. കാരണം അത്രയും സങ്കടം വരികയാണ്. താൻ എന്തൊക്കെയാണ് ഗൗതമിനോട് പറഞ്ഞത് എന്ന സങ്കടമാവാണ്. അങ്ങനെ നിഖിൽ പറയാണ്, അത് മാത്രമല്ല ചേച്ചി, ഇന്നലെ ഇവിടെ ഗൗതം അളിയൻ ഇന്നലെ ഞങ്ങളുടെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചി ഇന്നലെ ഫോൺ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പറയാതെ ഇരുന്നത്. ഇന്നലെ രാത്രി കൊതുകിൻ്റെ കടി കൊണ്ട് വരാന്തയിൽ ഗൗതം അളിയൻ തനിയെ കിടക്കുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ നിധിക്ക് സങ്കടം താങ്ങുന്നില്ല കേട്ടോ. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ അനിയന് വേണ്ടിയും താൻ ചെയ്യേണ്ട ആ കടമകളൊക്കെ എൻ്റെ ഭർത്താവ് ചെയ്തിരിക്കുന്നെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാവണം കേട്ടോ. അങ്ങനെ ഗൗതം പറയാണ്, അമ്മക്കും അമ്മാവനൊക്കെ ഒരുപാട് സന്തോഷമായി, അതുമല്ല ഇപ്പോൾ ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ വീട്ടിലോട്ട് ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് ഗൗതം അളിയൻ ബില്ലുമായി പോയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വസുന്ധരക്ക് ഇങ്ങനെ കലി അടങ്ങുന്നില്ല കേട്ടോ. അങ്ങനെ വസുന്ധരക്ക് ഈ ഗൗതമിന് എന്താ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നതെന്ന് അറിയാതെ പാറു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഗൗതം ഇതൊക്കെ ചെയ്തിട്ടും നീ എന്താടാ ഇന്നലെ ഞാൻ ഫോൺ കോൾ വിളിക്കുമ്പോൾ ഗൗതം സാർ അവിടെ ഉണ്ടെന്ന് നീ പറയാതിരുന്നത്? അത് ഗൗതം സാർ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, അത് പറയരുതെന്ന്, അതുകൊണ്ടാണ് പറയാതിരുന്നത് എന്ന് പറയാം കേട്ടോ. എന്നാൽ നീ അമ്മയുടെ അടുത്ത് കൊടുക്കുകയെന്ന് പറയുമ്പോൾ ചന്ദ്ര ഫോൺ മേടിക്കാണ്. അമ്മ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളെ, ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കടമകളും ഗൗതം മോൻ ചെയ്തത് കൊണ്ട് തന്നെ ഈ അമ്മക്ക് അസുഖത്തിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഗൗതമിനോട് ഈ വാക്കുകൾ
ഗൗതമിനെ കുറിച്ച് ഈ വാക്കുകളെല്ലാം പറയുന്നത് വസുന്ധര നിന്ന് കേൾക്കാണ്. വസുന്ധരയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റാണ്. തന്നെക്കാൾ മുന്നേ തൻ്റെ മകൻ തനിക്കെതിരെ എറിഞ്ഞിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാണ്. പിന്നീട് നിധിക്ക് സങ്കടം സഹിക്കാനാവാതെ നിധി പറയുകയാണ് തൻ്റെ അനിയനോട് ഗൗതം സാറിനൊന്ന് ഫോൺ കൊടുക്കുമെന്ന് പറയുമ്പോൾ അതല്ല ചേച്ചി പറഞ്ഞത്, ഇവിടെയില്ല, അളിയൻ അങ്ങ് പുറത്തോട്ട് പോയിരിക്കുകയാണ്, മരുന്നടക്കാനൊക്കെയാണ് തോന്നുന്നു, ഇനി ഞങ്ങളെ വീട്ടിലോട്ട് ആക്കിത്തരാം എന്നിട്ടേ പോകുന്നുള്ളൂ എന്നുള്ള വാക്കുകളൊക്കെ ഇവിടെ പറഞ്ഞത് കേട്ടു. എന്തായാലും അളിയൻ വന്നതിന് ശേഷം ഞാൻ ഫോൺ അങ്ങോട്ടേക്ക് വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞ ഉടനെ ശിവാനി പറയും, സോറി നിധി പറയും, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നീട് പാറു ചോദിക്കും, എന്താണ് നിങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും നിന്നെ ഇതാണ് സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് നിധി പൊട്ടിക്കരയാണ് കേട്ടോ. ഇന്നലെ രാത്രി മുഴുവൻ ഗൗതം സാർ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൊതുവിൻ്റെ കടി കൊണ്ട് വരാന്തയിൽ കിടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്കൊരുപാട് സങ്കടമായി, അതെൻ്റെ മനസ്സിന് താങ്ങാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിധി അങ്ങ് പൊട്ടിക്കരയുമ്പോൾ പാറു പറയും, എൻ്റെ മോനൊരു പാവമാണ്, അവനെല്ലാവരെയും സ്നേഹിക്കാനേ അറിയുള്ളൂ, ഈ ജീവിതത്തിൽ അവനാകെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമാണ്, അത് നീ മനസ്സിലാക്കണം മോളെ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നിധിക്ക് ഒരുപാട് വിഷമമാവാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഒരു രംഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്.